ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മികച്ച രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ശരിയായ രീതിയിലാണ് അന്വേഷണം പോകുന്നത്. 2019 സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്ന കാര്യം ദേവസ്വം ബോർഡ് വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഒരു വലിയ വീഴ്ച, ഉദ്യോഗസ്ഥ തലത്തിലൊരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ മുരാരി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയായി കസ്റ്റഡിയിലിരിക്കുകയാണ്. അന്വേഷണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ SITയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നഷ്ടപ്പെട്ടു പോയ സ്വർണം, ഭഗവാന്റെ ഒരു തരി പൊന്നെങ്കിലും തിരിച്ചു പിടിക്കുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ വിഷയങ്ങളൊക്കെ എപ്പോഴാണ് പുറത്തു വരുന്നത്? 2025 ഈ ബോർഡിൻ്റെ നേതൃത്വത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ നവീകരിക്കുവാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ്. ഞങ്ങളെങ്ങനെയാണ് കൊണ്ടുപോയത്? കൃത്യമായ പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് തിരുവാഭരണ കമ്മീഷണറുടെ നേതൃത്വത്തിൽ SP വിജിലൻസിൻ്റെ സാന്നിധ്യത്തിൽ, സ്മിത്തിൻ്റെ സാന്നിധ്യത്തിൽ, സമസ്ത ഉദ്യോഗസ്ഥന്മാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ കൃത്യമായ മഹസർ തയ്യാറാക്കി 22 കിലോഗ്രാം ചെമ്പ്, അതിൽ 281 ഗ്രാം സ്വർണം എന്നൊക്കെ മഹസർ തയ്യാറാക്കി വീഡിയോ ചിത്രീകരണത്തോടുകൂടി സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ഒരു വീഴ്ച പറ്റി. എന്താണ് വീഴ്ച? സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചില്ല. അതൊരു വീഴ്ച തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും കോടതി അതിൽ ഇടപെട്ടപ്പോൾ ഞങ്ങളുടെ വിജിലൻസിനെ തന്നെ കോടതി അന്വേഷണം ഏൽപ്പിച്ചു. ഞങ്ങളുടെ വിജിലൻസ് SP കൃത്യമായ റിപ്പോർട്ട് നൽകി. എല്ലാ പ്രൊസീജിയറും പാലിച്ചാണ് കൊണ്ടുപോയത്. സുരക്ഷിതമായ വാഹനത്തിലാണ് ചെന്നൈയിലേക്കാണ് കൊണ്ടുപോയത്. വീഡിയോ ചിത്രീകരിച്ചാണ്. എല്ലാ പ്രൊസീജിയറും പാലിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വീഴ്ച പറ്റി. അത് സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ സെക്രട്ടറി പരസ്യമായി കോടതിയിൽ ഖേദവും പ്രകടിപ്പിച്ചു. കോടതി ആ പ്രൊസീജിയർ തുടരുവാനും അത് സന്നിധാനത്ത് കൊണ്ട് പുനഃസ്ഥാപിക്കുവാനും അനുമതി നൽകി. അങ്ങനെ സന്നിധാനത്ത് കൊണ്ടുവന്ന് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ, സ്പെഷ്യൽ കമ്മീഷണർ സാന്നിധ്യത്തിൽ, ദേവസ്വം പ്രസിഡന്റിൻ്റെയും മെമ്പറുടെയും സാന്നിധ്യത്തിൽ, SP വിജിലൻസിൻ്റെ സാന്നിധ്യത്തിൽ, ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ കൃത്യമായി മഹസർ തയ്യാറാക്കി പുനഃസ്ഥാപിക്കുകയും ചെയ്തു. തന്ത്രിയുടെ നേതൃത്വത്തിൽ ശുദ്ധീകരണ പ്രക്രിയകൾ നടന്നു കഴിഞ്ഞു. വന്നപ്പോഴും എന്താ, കൊണ്ടുപോയ സ്വർണത്തേക്കാൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണത്തേക്കാൾ 9.4 ഗ്രാം കൂടുതലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് യാതൊരു നഷ്ടവും യാതൊരു ലോസും സംഭവിച്ചിട്ടില്ല. കൃത്യമായി വന്നിട്ടുണ്ട്. വന്നൊരു വീഴ്ച എന്താ? സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതൊരു വീഴ്ച തന്നെയാണ്. അത് അറിയിക്കേണ്ടത് ബോർഡല്ല, അറിയിക്കേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. തിരുവാഭരണ കമ്മീഷണർ അറിയിക്കണം, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിക്കണം. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അവരറിയിച്ചില്ല. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കാരണവും വിശദീകരണം നോട്ടീസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നൊരു പ്രശ്നം എന്താ? 2019 സ്വർണ്ണക്കള്ള മറച്ചു പിടിക്കുവാനാണ് 2024 സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ കൊണ്ടുപോയി എന്നുള്ളതാണ് കോടതിയുടെ അനുമാനമാണ്. കോടതി അങ്ങനെ അനുമാനിക്കുന്നതിൽ എന്താ തെറ്റ് പറയാൻ പറ്റുന്നത്? സ്വാഭാവികമല്ലേ. കാരണം 2019 AO ആയിരുന്നു മുരാരി ബാബു. ആ മുരാരി ബാബുവാണ് ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ. അദ്ദേഹത്തിൻ്റെ പല പരാമർശങ്ങളും ഇപ്പോൾ ഈ 24 വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടണം എന്ന രീതിയിൽ പല പരാമർശങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കോടതിക്കൊരു സംശയം സ്വാഭാവികമല്ലേ. പക്ഷേ എങ്കിലും ഞങ്ങൾ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയോ മുരാരി ബാബുവിൻ്റെയോ ആസൂത്രണത്തിൽ പെട്ടിട്ടില്ല. ഞങ്ങൾ ഈ 2024 മുതൽ 2025 വരെ ബോർഡിൻ്റെ ഈ ദ്വാരപാലക ശില്പം കൊണ്ടുപോകുന്നതിന് 4 ഉത്തരവുകളാണ് ഇറക്കിയത്. 4 ഉത്തരവുകൾ. ഞങ്ങളുടെ കാലഘട്ടത്തിൽ 2 തിരുവാഭരണ കമ്മീഷണർമാരാണ്. ഒന്ന് ശ്രീമതി സുനില, 2 ശ്രീ രജിലാൽ. ശ്രീമതി സുനിലയുടെ നേതൃത്വത്തിൽ 3 കോടതി ഉത്തരവുകൾ, 3 ബോർഡ് ഉത്തരവുകൾ. അതിലായാലും ശ്രീ രജിലാലിൻ്റെ കാലത്ത് 1 ഉത്തരവ്. അങ്ങനെ 4 ഉത്തരവിലും ക്രിസ്റ്റൽ ക്ലിയറായി പ്രൊസീജിയർ പാലിച്ച് കൃത്യമായി കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിന് ഞങ്ങളെ സഹായിച്ച
അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ സുനിലോടായാലും ഇന്നത്തെ തിരുവാഭരണ കമ്മീഷണർ റജിലാലിനോടായാലും ഞങ്ങളുടെ ബോർഡ് സെക്രട്ടറി ശ്രീ ബിന്ദുവിനോടായാലും ഞങ്ങളെ അതിന് സഹായിച്ച ഒരു മരാമത്ത് വിങ്ങുണ്ട്, അവരോടായാലും നന്ദി പറയുകയാണ്. പക്ഷേ അതേസമയം അവർക്ക് വീഴ്ചയുണ്ടായി. തിരുവാഭരണം നമ്മുടെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല എന്നുള്ള രീതിയിൽ വീഴ്ചയുണ്ടായി.